ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഹാഫ് ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇരുന്ന് പഠിക്കുവാണ്. ഇന്നെനിക്ക് പരീക്ഷയുണ്ട്, യൂണിറ്റ് ടെസ്റ്റ് ആട്ടോ സ്കൂളിൽ. അപ്പം ഇന്ന് ഞങ്ങളിന്ന് അമ്മയുടെ വീട്ടിലാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അത് അപ്പുറത്തിരിക്കുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. രണ്ടുപേരും എൻ്റെ അനിയന്മാരാണ്. പിന്നെ കിച്ചണിലോട്ട് പോയപ്പോൾ മാമി നല്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയ വറക്കുന്നത് കണ്ടു. പിന്നെ കറികളൊക്കെ എടുത്തു കേട്ടോ. കിഴങ്ങ് മെഴുക്ക് വരട്ടി, ഇത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. കടലക്കറി ഞാൻ കൂട്ടത്തില്ല, ചുമ്മാ എടുത്ത് വെച്ചതേ ഉള്ളേ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി നല്ലതാണ്. പിന്നെ തോരൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്കൂളിൽ തന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ പുറം വശം, ഫ്രണ്ട് വശം കേട്ടോ. ഇത് നല്ല രസമാണ്. ഞാൻ ഇവിടെ ഇരുന്നാണ് മിക്കപ്പോഴും പഠിക്കാറ്. അപ്പോൾ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഊഞ്ഞാലുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് പഠിക്കും. ഇതാണ് ഞാൻ മെയിനായിട്ടും ചെയ്യാറുള്ളത്. ഇന്ന് എനിക്ക് സോഷ്യലാണ് കേട്ടോ എക്സാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ഇന്ന് സേമിയ ഉപ്പുമാവ്, മുട്ട, പിന്നെ പഴമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇരുന്ന് പഠിക്കുകയാണ്. ആ പുറകിലിരിക്കുന്ന ബാഗ് എൻ്റെ അനിയൻ്റെയാണ്. അങ്ങനെ അതിന് മുന്നേ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ വൈകിട്ട് വന്നപ്പോൾ കുറച്ച് സമാധാനമായി. ഇനി നാളെ ലാസ്റ്റ് പരീക്ഷ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം കളിച്ചു. അവന്മാർ കളിക്കാൻ ഓടുന്ന കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പം ഇത് അവനാണ് കേട്ടോ, ഇളയ കൊച്ച്. പിന്നെ ഞാനിത് നടക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞാനും അമ്മയും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വലിയൊരു പേരയ്ക്ക കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞത് പറിച്ചു തരാൻ പറഞ്ഞിട്ട് അമ്മ പറിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതിന് വരുന്ന വഴിക്ക് കാണാം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു പൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പൂ കാണാനും കൂടി ആട്ടോ. പിന്നെ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് മൾബറി ഉള്ളൂ. അപ്പം മൾബറി കഴിക്കാമെന്ന് വിചാരിച്ചു. മൾബറിക്ക് ഭയങ്കര പുളിയാട്ടോ. പച്ച മൾബറിയാണ് പറിച്ച് കഴിക്കുന്നത്. പക്ഷെ പുളി ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ കഴിക്കും. അപ്പം പഴുത്ത തവണ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എൻ്റെ പൊക്കത്തിനനുസരിച്ചല്ല നിൽക്കുന്നത്. ഇതുണ്ടോ, ഞാൻ വളരെ സാഹസികമായി കളിച്ചാണ് അതൊക്കെ പറിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര പുളിയാണ്. എന്നിട്ടും കയറി പറിക്കുക കേട്ടോ. ഇത് വഴിയിൽ കിടന്ന് നിൽക്കുന്ന പൂവാണ് കുങ്ങിണിപ്പൂ കേട്ടോ. എനിക്കിഷ്ടമാണ് പൂവ്. ഞങ്ങൾ മിക്കപ്പോഴും കളിക്കാറുള്ളത് ഈ പൂവാട്ടോ. പൂ വെച്ചിട്ടാണ്. പിന്നെ അവന്മാർ കളിക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. ഞാനൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാണ്ട് പൊടി ഉണ്ടായിരുന്നു, അത് മൊത്തം എൻ്റെ മേത്തായി. പിന്നെ ഇവൻ കുക്ക് ചെയ്യുവാണ്. സാമ്പാറാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതെൻ്റെ അമ്മാമ്മ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കാപ്പി കുടിക്കുകയാണ്. ചീസൊക്കെ അടിച്ചാട്ടോ കുടിക്കുന്നത്. കാപ്പിയാണ്. എന്നിട്ട് എന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഈ ചിരിക്കുന്ന നാക്ക് കെട്ടി കാണിച്ചാട്ടോ. ഞങ്ങളിങ്ങനെയാണല്ലോ. പിന്നെ 2 കൊമ്പൊക്കെ വെച്ചെടുത്തു. അതൊന്നും കാണാത്തത് കൊണ്ട് എൻ്റെ ഭാഗ്യം. അങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് അതിനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് അമ്മാമ്മ വിളക്ക് കത്തിച്ചു. അപ്പോൾ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മമ്മ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളീ കാണുന്നത്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ കുറച്ച് കളികളൊക്കെ എടുത്തു കേട്ടോ. അവരാണെങ്കിൽ പുറത്ത് പോയിരുന്ന് പടം വരയ്ക്കുമായിരുന്നു. അപ്പം ഞാൻ ആ പടം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. രണ്ടുപേരും മുറ്റത്ത് കിടന്നിട്ടൊക്കെയാണ് പടം വരയ്ക്കുന്നത്. അപ്പം ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും വരയ്ക്കുമെന്നാണ് അവൻ പറഞ്ഞത്. നല്ല പടമായിരുന്നു കേട്ടോ. ഞാൻ പടം നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അത് എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് തന്നായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇവൻ്റ് വന്നപ്പം ഒന്നും മനസ്സിലായില്ല. പിന്നെ എന്നോട് പറഞ്ഞു ഇന്ത്യ ഹൗസാണ്, ബലൂണ്, പിന്നെ അതായത് അവൻ കാണുന്ന കാർട്ടൂണില്ലേ, എനിക്കറിയത്തില്ല അത് കാണുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടിരുന്ന് പഠിച്ചായിരുന്നു. നാളെ മലയാളത്തിൻ്റെ എക്സാമാണ്. അപ്പോൾ നാളെ മലയാളത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പഠിക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഇവന് വരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ട്. അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.